ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉത്കണ്ഠയും അതിനോട് അനുബന്ധിച്ചുള്ള വിഷമങ്ങളും രോഗങ്ങളും ദുഃഖവും എല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. പലപ്പോഴും നിങ്ങളുടെ ഉത്കണ്ഠയുടെ കാരണങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. എപ്പോഴും ഒരു ശൂന്യത മനോഭാവം, ഒന്നിലും സംതൃപ്തി കാണുന്നില്ല, എന്തിന് ജീവിക്കണം എന്നുപോലും അറിയാത്ത അവസ്ഥ, ആരുടെയും സ്നേഹമോ സംസാരമോ പരിചരണമോ ഒന്നും ആസ്വദിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, തിരിച്ചറിയാൻ കാരണങ്ങളില്ലാതെ തന്നെ ഉത്കണ്ഠപ്പെടുന്നു, ആകുലപ്പെടുന്നു, ഭയപ്പെടുന്നു. അതിനാൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ അവസ്ഥ, മനസ്സിൻ്റെ ഈ അവസ്ഥയെ സമർപ്പിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഒന്നിനെക്കുറിച്ചും നീ ഉത്കണ്ഠപ്പെടേണ്ട, എല്ലാറ്റിനും കർത്താവിൽ പരിഹാരമുണ്ട്. ഇന്ന് നിന്റെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്ക് ആവശ്യമായ പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ള ദൈവം, ഏകരക്ഷകനായ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ആകുലപ്പെടുന്നത്? ഒരുപക്ഷെ നിങ്ങളുടെ ആകുലതകളെ, ഉത്കണ്ഠകളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് ഇത്രമാത്രം ചെയ്യുക. ഇന്നുവരെ നിങ്ങളെ കൈപിടിച്ച് നടത്തിയ ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് പീഡകൾ അനുഭവിച്ച് നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകാൻ, നിങ്ങൾക്ക് പാപമോചനം നൽകാൻ, നിങ്ങൾക്ക് രക്ഷ നൽകാൻ, നിങ്ങൾക്ക് നിത്യജീവിതം നൽകാൻ, നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പീഡകൾ സഹിച്ചു മരിച്ച യേശു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുക. ഇന്ന് വരെ എത്ര വയസ്സുണ്ട് എങ്കിൽ ആ ജനനം മുതൽ ഇപ്പോൾ വരെയുള്ള ജീവിതത്തെ ഓർത്ത് ഇന്ന് രാത്രിയിൽ കർത്താവിന് നന്ദി അർപ്പിക്കുക. മറ്റൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഇന്ന് വരെ കർത്താവ് നിങ്ങളുടെ ജീവൻ നിലനിർത്തി നിങ്ങൾക്കൊരു ശരീരം നൽകി, മനസ്സ് നൽകി, ചിന്തിക്കാൻ കഴിവ് നൽകി, ചുറ്റുവട്ടത്തിനും ആളുകളെ നൽകി, കൂടപ്പിറപ്പുകളെ നൽകി, ശ്വാസം നിലനിർത്താൻ ശരീരം നൽകി. ഇതെല്ലാം ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. കഴിക്കാൻ ഭക്ഷണം നൽകി, വസിക്കാൻ ഒരു പാർപ്പിടം നൽകി. ഇതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നാം എഴുന്നേൽക്കുമ്പോൾ പ്രപഞ്ചം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നിലനിർത്തുന്നു. നമുക്ക് വേണ്ടി പ്രപഞ്ച സൃഷ്ടികൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഓരോ പ്രശ്നങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയാത്ത, കാരണങ്ങളില്ലാത്ത നിങ്ങളുടെ രോഗങ്ങൾ, ഉത്കണ്ഠകൾ, പ്രയാസങ്ങൾ എല്ലാം ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ പോകുന്നു. അതിനാൽ നിങ്ങൾ ഈ പ്രാർത്ഥനയിലുടനീളം ഇത് കഴിഞ്ഞും കിടക്കാൻ പോകുമ്പോഴും കിടന്നു കഴിയുമ്പോഴും ദൈവമേ നന്ദി, കർത്താവായ യേശുവേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ത്രിത്വൈക ദൈവത്തെ ഇതുപോലെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരമുണ്ടാകും. കർത്താവ് നിങ്ങൾക്ക് വലിയ നന്മകളെ പ്രദാനം ചെയ്യും. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം കിട്ടും. വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ, ഇന്നത്തെ നിങ്ങളുടെ പ്രയാസങ്ങളെ എല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് എല്ലാം
കാര്യങ്ങളും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ക്രമീകരിക്കപ്പെടുന്നതിന് അനുവാദം കൊടുത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഏറ്റവും കരുണാമയനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്കണ്ഠകളെ, കാരണങ്ങൾ എന്തെന്നറിയാതെ പോലും ഞങ്ങൾ എപ്പോഴും ഉത്കണ്ഠാകുലരാകുന്നു. ഈ ഒരു അവസ്ഥയെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആർക്കും ഒന്നും ചെയ്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയാത്ത അത്രമാത്രം ഞങ്ങൾ ഉത്കണ്ഠയ്ക്ക്, ആകുലതകൾക്ക് അടിമപ്പെട്ടു പോയി. കർത്താവെ, പലതരം വേദനകളും നിരാശകളും പേറി, തിരസ്കരണം പേറി, ഉള്ളിൽ ദുഃഖമൊതുക്കി വെക്കുന്ന ഈ മക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതി കർത്താവേ നിനക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ എന്ന് വീണ്ടും വീണ്ടും ഞങ്ങളോട് ഓർമ്മിപ്പിച്ചു തരുന്ന കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് വരെ നീ ഞങ്ങളെ പരിചരിച്ചു. ഞങ്ങൾ അന്ധകാരത്തിൽ ആയിരുന്നാൽ പോലും അവിടെ പ്രകാശമായി നീ ഞങ്ങളോട് കൂടെയുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെട്ടുപോയി എന്ന മനോഭാവത്തിൽ ജീവിച്ചാലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നീ ഞങ്ങളോട് കൂടെയുണ്ട്. എന്തെന്നാൽ നീ ഞങ്ങളോട് അരുളി ചെയ്തത്, മകനെ മകളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവേ, ഈ രാത്രിയിൽ തിരിച്ചറിയാൻ കഴിവില്ലാതെ പോയ ഞങ്ങളുടെ ഉത്കണ്ഠകളുടെ പ്രശ്നങ്ങളെ, കാരണങ്ങളെ നിനക്കറിയാം, നിനക്കെല്ലാം തിരിച്ചറിയാം. ഞങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ഉത്കണ്ഠപ്പെടുന്നോ, ആകുലപ്പെടുന്നോ, ഭയപ്പെടുന്നോ, ഇതിൻ്റെ കാരണങ്ങൾ വ്യക്തമായി ഞങ്ങളെക്കാളും ഉപരിയായി കർത്താവേ നിനക്കറിയാം. അതിനാൽ ഞങ്ങളുടെ ഉത്കണ്ഠയും ഭയവും മനസ്സിൻ്റെ വിഭ്രാന്തിയും വേദനയും നിന്റെ സ്നേഹത്തിലൂടെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും വിവേചിച്ചറിയുന്ന ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സമാധാനത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ സമാധാനത്തിന് മാറ്റാൻ കഴിയാത്ത യാതൊരു ഉത്കണ്ഠയും ഞങ്ങളിലില്ല. നിന്റെ സമാധാനം ഞങ്ങളെ സുഖപ്പെടുത്തട്ടെ. നിന്റെ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഈ രാത്രിയിൽ അവിടുത്തെ തിരുവചനം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദുഃഖിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ മുന്നോട്ട് വഴി നടത്തും എന്നരുളി ചെയ്ത ഈശോനാഥ, എല്ലാ ഭയങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. പറയാൻ പോലും വാക്കുകളില്ലാത്തപ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഈ അനുഭവങ്ങളെ, ഞങ്ങളുടെ അന്തരംഗത്തിൽ നടമാടുന്ന പ്രശ്നങ്ങളെ അത് പുറത്തു പറയാൻ എങ്ങനെ പറയണമെന്ന് പോലും അറിയാതെ, എങ്ങനെ പറയണമെന്ന് പോലും വാക്കുകൾ കിട്ടാതെ വേദനിക്കുന്ന ഒരവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് ഈ രാത്രിയിൽ നിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമേ. കർത്താവേ, നീ തൊട്ട് സുഖപ്പെടുത്തണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അവരുടെ ഹൃദയത്തിൻ്റെ വേദന മറ്റൊരാളെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രം വേദന, പ്രശ്നങ്ങൾ, നിരാശ,
ഉത്കണ്ഠ, ഇവയ്ക്കെല്ലാം പരിഹാരം ഈശോയെ ഞങ്ങൾ നിന്നിൽ കാണുന്നു. നീയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം. കർത്താവായ യേശുവേ, നീയാണ് ഞങ്ങളുടെ പീഡനങ്ങൾ, ഞങ്ങളുടെ വേദനകൾ, ഉത്കണ്ഠകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച ദൈവം നീ മാത്രമാണ്. അതിനാൽ തന്നെ നിനക്ക് മാത്രമേ ഞങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെ മനസ്സിലാക്കാൻ എൻ്റെ കർത്താവേ, നിനക്ക് മാത്രമേ ഈ ലോകത്തിൽ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ, മാതാപിതാക്കളുടെ, വയോവൃദ്ധരുടെ, കുഞ്ഞുമക്കളുടെ, യുവതി യുവാക്കളുടെ, സഹോദരി സഹോദരങ്ങളുടെ, ദമ്പതിമാരുടെ എല്ലാം ദുഃഖവും വേദനയും വിഷമങ്ങളും നീ മാറ്റണമേ. സന്യസ്ത സമൂഹത്തിൻ്റെ എല്ലാ അവസ്ഥയും നീ മാറ്റണമേ. എന്നെ ആരൊക്കെ ഈ രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ ഹൃദയത്തിലുള്ള അന്ധകാര അവസ്ഥയെ കർത്താവെ നിന്റെ പ്രകാശമയച്ച് നീ സുഖപ്പെടുത്തണമേ. ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിന് വിഷമമുള്ള എല്ലാവരെയും നീ സുഖപ്പെടുത്തണമേ. ശരീരത്തിന് രോഗങ്ങളുള്ള എല്ലാവരെയും നീ സുഖപ്പെടുത്തണമേ. ആരൊക്കെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടോ അവരെയെല്ലാം ഈ സമയം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അനേകായിരം വ്യക്തികൾ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇമെയിലിൽ കൂടിയും കമന്റ് സെഷനിൽ കൂടിയും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയും കർത്താവേ, ഞങ്ങളെ അറിയിച്ച ഓരോ ആവശ്യങ്ങളെയും ഓരോ നിയോഗത്തെയും അവരുടെ പേരുകൾ സഹിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഈ മക്കൾ നിന്നിൽ ഉത്സാഹിക്കുവാൻ, നിന്നിൽ സന്തോഷിക്കുവാൻ, നിന്നിൽ സമാധാനം കാണുവാൻ, നിന്നിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന വിശ്വാസം നിറഞ്ഞ് ഈ രാത്രിയിൽ സുഖമായ ഒരു നിദ്രയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ നിന്റെ തിരുമുറിവുകളിലേക്ക് ഞങ്ങൾ വെച്ച് തരുന്നു. കർത്താവെ, സുഖപ്പെടുത്തണമേ. ഞങ്ങളെ സുഖപ്പെടുത്താൻ നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്താൻ നിനക്ക് മാത്രമേ സാധിക്കൂ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആകുലതയും ഉത്കണ്ഠകളും മാറ്റി ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഇപ്പോൾ നീ തൊട്ട് സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ കരുണ തോന്നി അനുഗ്രഹിക്കണമേ. അത്ഭുത സൗഖ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് വലിയ ആശ്വാസവും സൗഖ്യം നൽകണമേ. കർത്താവെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. അത്ഭുത വിജയം നൽകി അനുഗ്രഹിക്കണമേ. കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥയെ മാറ്റണമേ. സാമ്പത്തിക പ്രശ്നങ്ങളിലുള്ള വലിയ ദുരന്തങ്ങളെ, തകർച്ചകളെ നീ മാറ്റണമേ. നിനക്കെല്ലാം സാധ്യമാണ്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങേക്കെല്ലാം സാധ്യമാണ്. എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ അംഗങ്ങൾക്കും ആവശ്യമായ അനുഗ്രഹവും സഹായവും സൗഖ്യവും പ്രദാനം ചെയ്ത് ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവെ, അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. നിന്റെ സമാധാനവും സ്നേഹവും സന്തോഷവും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തട്ടെ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ ആയിരിക്കാൻ സകല അന്ധകാരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. യേശുവേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നൽകി ഉത്കണ്ഠകൾ എടുത്തുമാറ്റി, ഭയവും ഭാരവും വേദനകളും എടുത്തുമാറ്റി നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമ്മെ തന്നെ സ്നേഹിക്കുവാനും എല്ലാറ്റിലുപരി കർത്താവിനെ സ്നേഹിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവമായ കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് ശക്തി തരട്ടെ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാ ഉത്കണ്ഠകളെയും മാറ്റി, ഭയം മാറ്റി, നിരാശ മാറ്റി നല്ലൊരു ഉറക്കം നൽകി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം നല്ലൊരു ദിവസമായി, നല്ലൊരു പ്രഭാതം ആയി കാണാൻ നമ്മെ കർത്താവ് വിളിച്ചുണർത്തുകയും ചെയ്യട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. തീർച്ചയായും ഒത്തിരി പേർ നിസ്സഹായ അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട്. നിരാശയിലും ഉത്കണ്ഠയിലും ജീവിക്കുന്നവർക്ക് ഈ പ്രാർത്ഥന ഒരു വലിയ സഹായമാകും. അതിനാൽ നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളിത് ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.